ഹായ്, എൻ്റെ എല്ലാ ഫോളോവേഴ്സിനും വെൽക്കം. നിങ്ങളുടെ മുഖത്ത് ടാൻ ഉണ്ടോ? ആ ടാൻ മാറ്റാൻ വേണ്ടി ചെറിയൊരു നാച്ചുറൽ ടിപ്പ് ഞാൻ പറഞ്ഞു തരട്ടെ. ആദ്യമായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ ഫോളോ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒട്ടും താമസിക്കാൻ നമ്മുടെ വീഡിയോയിലോട്ട് പോയേക്കാം. നമുക്ക് വേണ്ടത് കുറച്ച് തൈര് വേണം. ഞാൻ കുറച്ച് തൈര് ഈ ബൗളിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. നല്ല കുറച്ച് നമുക്ക് ആവശ്യമുള്ള എന്തോരെയാണ് ആവശ്യം വേണ്ടത് അതനുസരിച്ച് ഞാൻ കുറച്ച് തൈര്. പിന്നെ നമുക്ക് വേണ്ടതാണ് നമ്മുടെ ബ്രൂ പൊടി വേണം. ഇതൊരു പാക്കറ്റുണ്ട്. നമുക്ക് ആവശ്യത്തിന് കുറച്ച് ബ്രൂ പൊടി, ഞാൻ കുറച്ച് തൈര് എടുത്ത് അതിനുള്ള കുറച്ചൊരു പൊട്ടിച്ച് നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാം. നമുക്ക് ബ്രൂ പൊടി അതിനകത്തോട്ട് കുറച്ച് ചേർക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു കൂട്ടം കൂടെ നമുക്ക് ചേർക്കാനുണ്ട്. അതിനു മുമ്പ് ഈ തൈര് നമ്മുടെ സ്കിന്നിനെ നല്ലപോലെ സോഫ്റ്റ് ആകാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നാണ് തൈര്. അപ്പം മുഖത്തിന് നല്ല സോഫ്റ്റ്നെസ് കിട്ടാൻ സഹായിക്കും. അതുപോലെ തന്നെ കോഫി പൗഡർ, ഡെഡ് സ്കിൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് സഹായിക്കുന്നു. പിന്നെ നമുക്ക് അടുത്ത ഐറ്റംസ് വേണ്ടത് തേനാണ്. തേന് നമ്മുടെ മുഖത്തിന് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. അപ്പം ഒരു ടീസ്പൂൺ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരു കണക്ക് അനുസരിച്ചാണ്, കയ്യിലെ ഒരളവനുസരിച്ചാണ് ചേർക്കുന്നത്. കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് 3 എണ്ണം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഡെഡ് സ്കിന്നൊക്കെ ഉള്ളതൊക്കെ റിമൂവ് ചെയ്യാനൊക്കെ കോഫി പൗഡർ നല്ലപോലെ സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ തൈര് നമ്മുടെ സ്കിന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി സഹായിക്കുന്നു. തേന് മോയ്സ്ചറൈസ് ആകാൻ വേണ്ടി സഹായിക്കുന്നു. ഈ 3ഉം നല്ലൊരു നാച്ചുറൽ ബ്യൂട്ടി ടിപ്പാണ്. ഇത് ആഴ്ചയിൽ ഒരു 2-3 ദിവസം ഇതുപോലെ ചെയ്യുക. ഡെയിലി ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ആഴ്ചയിൽ 2-3 ദിവസം ഇത് ചെയ്യുക. നല്ല ടാനൊക്കെ റിമൂവ് ചെയ്യാൻ ഇത് നമ്മുടെ മുഖം നല്ലപോലെ വാഷ് ചെയ്ത് കഴുകിക്കളഞ്ഞ് തുടച്ചിട്ട് വേണം നമുക്ക് ഇതൊന്ന് ഇങ്ങനെ എവിടെയാണോ ഉള്ളത് അവിടെ നമുക്കൊന്ന് തേച്ച് ഇങ്ങനെ കൊടുക്കാൻ. കണ്ണിൻ്റെ അടിയിലൊക്കെ കറുപ്പ് ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട് സ്പൂണിൻ്റെ പറ്റിയ കൈകൊണ്ട് നമുക്ക് നല്ലപോലെ എന്തെങ്കിലും തേച്ച് പിടിപ്പിച്ച് കൊടുക്കാൻ ടാനുള്ള ഭാഗത്തൊക്കെ. അപ്പോൾ മുഖത്ത് നല്ലപോലെ തേച്ച് പിടിപ്പിച്ചത് കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റ് ഇതുപോലെ ഇങ്ങനെ വെക്കുക. അതിനുശേഷം മുഖം നല്ലപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. സ്ക്രബ് ചെയ്ത് കൊടുത്ത ശേഷം ഇത് നമുക്ക് വാഷ് ചെയ്ത് കഴുകി കളയാവുന്നതാണ് കേട്ടോ. നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഇന്നത്തെ മുഖം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങളിതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക, നല്ല വ്യത്യാസം കാണുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കേ.